എറണാകുളം കോലഞ്ചേരിയിൽ അരളിപ്പൂ കഴിച്ച 2 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. കടയിരുപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് കോലഞ്ചേരി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. രക്തസാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇവർ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിലാണോ ഈ അരളിപ്പൂവ് പെട്ടുപോയത്? അരളിപ്പൂവിനെ കുറിച്ച് വളരെ മുൻപ് തന്നെ വിവാദപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ പലയിടത്തു നിന്നും വന്നിരുന്നു. അരളിപ്പൂവ് അമ്പലത്തിൽ പോലും പൂജയ്ക്കെടുക്കാത്ത ഒരു അവസ്ഥ ചില സ്ഥലങ്ങളിൽ വന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, വീട്ടിൽ നിന്നും വരുന്ന വഴിയാണ് അരളിപ്പൂവ് കഴിച്ചു എന്ന് ഇവർ ഡോക്ടർമാരോട് പറഞ്ഞത്. തുടർന്നാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി 24 മണിക്കൂർ നിരീക്ഷണത്തിൽ ആക്കിയിരിക്കുന്നത്. കടയിരുമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2 9ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് രാവിലെ ഛർദിയും തലവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം കടയിരുപ്പ് CHCയിലാണ് എത്തിച്ചത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ ഡോക്ടർമാർ ചോദിച്ച സമയത്ത് ഇങ്ങനെ വീട്ടിൽ നിന്നും വരുന്ന വഴി അരളിപ്പൂവ് കഴിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്തത്. പിന്നീട് രക്ഷിതാക്കൾ എത്തി കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ പൂവ് കഴിച്ചതാണെങ്കിൽ പെട്ടെന്ന് പാർശ്വഫലങ്ങളൊന്നും അനുഭവപ്പെടില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 24 മണിക്കൂർ ക്രിട്ടിക്കൽ ICUവിൽ നിരീക്ഷണത്തിൽ കുട്ടികളെ ആക്കിയിരിക്കുന്നത്. രക്തസാമ്പിളുകൾ നിലവിൽ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും തുടർ ചികിത്സ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ എന്നാണ് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 24 മണിക്കൂർ കർശന നിരീക്ഷണത്തിലാണ് ഈ വിദ്യാർത്ഥികൾ. ദേവിക, റൈറ്റ്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.